നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഐശ്വര്യത്തിൻ്റെ നാളുകളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ ആകസ്മികമായി ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. സന്തോഷപൂർണമായ ഒരു ജീവിതത്തിലേക്ക് ഈ നക്ഷത്രക്കാർ കടന്നിരിക്കും. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ, ഇവരുടെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു കിട്ടണമെന്ന് വളരെ നാളുകളായി താലോലിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. പ്രശ്നങ്ങളെ ധീരതയോടെ അഭിമുഖീകരിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന, അത്രയേറെ ഭാഗ്യം അനുഗ്രഹിച്ച് നൽകുന്ന ചില നക്ഷത്രക്കാർ. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ പ്രവർത്തന മികവാണ് ഇവരുടെ മുഖമുദ്ര. ഇവർ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒക്കെ വളരെ ആകസ്മികമായി വിജയം കൈവരിക്കാൻ സാധിക്കും. അതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിച്ചു കാണുന്നു. സ്വന്തം കാര്യം സ്വന്തം കാലിൽ നിന്നുകൊണ്ട് പൂർത്തീകരിക്കാനുള്ള നിസ്വാർത്ഥമായ പ്രവർത്തനം ഇവർക്കുണ്ടാകും. ഇവർക്ക് തൊഴിൽ മേഖലകളിൽ മികച്ച മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കും. ഇവർ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ, ജോലികൾ, ഇതിലൊക്കെ പരിപൂർണമായ ഉത്തരവാദിത്തത്തോടുകൂടി മികച്ച വിജയം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. ശത്രുക്കളുടെ ശല്യം തീരുന്ന സാഹചര്യങ്ങളാണ് ഇവർക്കുണ്ടാകുന്നത്. എത്ര തന്നെ ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറിയിരുന്ന ആളുകളാണെങ്കിലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും. ആരോഗ്യപരമായി ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വതമായ പരിഹാരം, അതല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും ഒരു മോചനം ലഭിക്കുകയും സന്തോഷപൂർണമായ ഒരു ആരോഗ്യപൂർണമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. വാക്കുതർക്കത്തിൽ നിന്ന് മാറി നിൽക്കുക. മനസമാധാനം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒട്ടനവധി ഇവർക്ക് വന്നു ചേരുമെങ്കിലും ചില അസ്വാരസ്യങ്ങൾ ഇവരെ പിന്തുടരാനുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക. സാമ്പത്തിക നിലയിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് യാത്ര ചെയ്യുന്നതിനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് കുടുംബാന്തരീക്ഷം അനുകൂലമായി നിൽക്കുന്നു. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുകയും സഹായ സഹകരണങ്ങൾ വലിയ തോതിൽ തന്നെ ലഭിക്കുകയും ചെയ്യും. മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടി ഇവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ പരിപൂർണമായ വിജയം തന്നെയാണ് ഇവർക്കുണ്ടാകുന്നത്. സുഹൃത്തുക്കൾ ഇവർക്ക് പരിപൂർണ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവരുടെ സഹായവും ഉണ്ടാകും. വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥകളൊക്കെ മാറും. ഇവർക്ക് നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. ഭൂമിയിൽ നിന്ന് ലാഭം, ധനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. സംരംഭങ്ങൾ തുടങ്ങുന്ന, അതല്ലെങ്കിൽ പുതുതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് സംബന്ധമായൊക്കെ പ്രവർത്തന മികവ് ഉണ്ടാകുന്ന ആളുകൾക്ക് ഞെട്ടിക്കുന്ന നേട്ടങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും സാഹിത്യ കലാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് പേരും പ്രശസ്തിയുമൊക്കെ വർദ്ധിച്ചു കാണുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഈശ്വരീയമായ പ്രാർത്ഥനകൾ ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ അനുകൂലമായ അവസ്ഥയിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തന മികവ് വന്നു ചേരുന്നൊരു സമയമാണ്. കർമ്മരംഗത്ത് ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുമെങ്കിലും ചില വീഴ്ചകൾ, ശ്രദ്ധ കുറവുകൊണ്ട് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു. ഏതൊരു കാര്യവും മനസ്സിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതിനുള്ള തടസ്സങ്ങൾ വളരെ എളുപ്പത്തിൽ അനായാസം മറികടക്കാൻ ഇവർക്ക് സാധിക്കും. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. ഏത് തന്നെ മനസ്സിൽ ആഗ്രഹിച്ചാലും വളരെ എളുപ്പത്തിൽ പൂർത്തീകരിച്ച് കിട്ടുന്ന ഒരു സമയമാണ്. കുടുംബ അന്തരീക്ഷം, കുടുംബ ജീവിതം ഒക്കെ അനുകൂലമായി നിൽക്കുകയും ശാന്തിയും സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സന്തോഷപ്രദദായകമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. ധനലാഭം ഇവർക്കുണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നു. നിക്ഷേപവും സമ്പത്തുമൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താന സൗഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. രോഗദുരിതങ്ങൾ ചില അവസരങ്ങളിൽ അലട്ടുമെങ്കിലും അതിനുള്ള ചികിത്സാ മാർഗങ്ങൾ ഫലിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. തൊഴിൽ രംഗത്ത് ശാന്തിയും സമാധാനമൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളും പ്രൊമോഷനൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ, പ്രത്യേകിച്ചും തൊഴിലിടത്തിൽ ഇടപെടാതിരിക്കുക. അത് ഒട്ടനവധി അവസര നഷ്ടം വരുത്തുന്ന സാഹചര്യങ്ങളാണ് ലഭ്യമാകുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒട്ടനവധി ഗുണഫലങ്ങൾ അധികരിച്ചു നിൽക്കുന്ന സമയമാണ്. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാവുകയും തമ്മിലുണ്ടായിരുന്ന സ്വാരസ്യങ്ങൾ കുറയ്ക്കുന്നതിനും കലഹങ്ങൾ കുറയ്ക്കുന്നതിനും സാധിക്കും. കടബാധ്യത സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസിക വ്യതകൾ ഒക്കെ മാറുകയും കടങ്ങളൊക്കെ അടച്ചു തീർക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. പരീക്ഷകളിൽ മിന്നുന്ന വിജയവും പഠനത്തിൽ ഉത്സാഹവുമൊക്കെ വർദ്ധിച്ചു കാണുന്നു. ഇവർക്ക് ഉന്നത വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങൾ മാറുകയും പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നു. യാത്രകൾ മികച്ചതാകുന്നു. യാത്രയിലുടനീളം ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. നേട്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള അവസരങ്ങൾ യാത്രയിൽ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. തൊഴിൽ ഇടത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. തൊഴിൽ അന്വേഷകർക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടേറെ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. സഹായങ്ങൾ ഒട്ടനവധി വന്നു ചേർന്നു. കാര്യസാധ്യമാണ് ഇനിയുള്ള നാളുകളിൽ ഇവർക്ക് ലഭിക്കുന്നത്. നല്ലൊരു വിവാഹ ആലോചന ലഭിക്കുകയും അത് തീരുമാനത്തിലെത്തുകയും ചെയ്യുന്ന സമയം കൂടിയാണ് വന്നിരിക്കുന്നത്. കടങ്ങൾ വീട്ടാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കോടതി വ്യവഹാരങ്ങൾ വിജയം നേടാൻ സാധിക്കും. ഏത് തരത്തിലുള്ള വ്യവഹാരങ്ങളിലും ഇവർക്ക് അനുകൂലമായ വിധി നേടിയെടുക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. പേരും പ്രശസ്തിയുമൊക്കെ വർദ്ധിച്ചു കാണുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നല്ലൊരു സ്ഥാനലബ്ധി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. സ്ഥലം മാറ്റം, പ്രൊമോഷൻ ഇത്യാദി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സമയമാണ്. മനസ്സന്തോഷമൊക്കെ തിരികെ ലഭിക്കുന്ന സമയമുണ്ടാകുന്നു. തൊഴിൽപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും തൊഴിൽ നേട്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ചെലവ് അധികരിക്കാതെ ശ്രദ്ധിക്കുക. വരവ് വന്നു ചേരുമ്പോൾ ചെലവിനേക്കാൾ കൂടുതൽ വരവ് വരാതിരിക്കുന്ന സാഹചര്യങ്ങൾ, അതായത് വരവിനേക്കാൾ അധികരിക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ട തൊഴിൽ ലബ്ധിയാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഭാഗ്യപരീക്ഷണം ചെയ്യാതിരിക്കുക. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ബിസിനസ് സംരംഭങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ ഇവർക്ക് സാധിക്കും. തൊഴിൽ മേഖലകളിൽ അനുകൂലമായ നിലപാടുകൾ എടുത്തുകൊണ്ട് നടപടിയിലേക്ക് കടക്കാൻ ഇവർക്ക് സാധിക്കും. ഒട്ടേറെ യാത്രകൾ ചെയ്യേണ്ടി വരും. അത് അനുകൂലമായ സമയത്തിലേക്ക് എത്തിക്കും. മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്നു. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പടമിടപാടുകൾ ശ്രദ്ധിക്കുക. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്കും പുതിയ തൊഴിൽ മേഖലകളിൽ മിന്നുന്ന വിജയമാണ് കാഴ്ചവെക്കുന്നത്. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണമൊക്കെ ഉണ്ടാകും. സന്താനങ്ങളില്ലാതെ നിൽക്കുന്ന ആളുകൾക്ക്, വിഷമിക്കുന്ന ആളുകൾക്ക് ആശ്വാസം നൽകുന്ന സൂചനകൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഭൂമി വിൽപ്പന നടക്കുന്ന സമയം. സന്താന ഗുണങ്ങൾ ഒട്ടനവധി അനുഭവിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് സന്താന ഗുണം വർദ്ധിക്കും. സൗഹൃദങ്ങൾ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കടബാധയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ധനം തിരികെ ലഭിക്കുന്ന, വസ്തുക്കൾ തിരികെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. പൊതുപ്രവർത്തന രംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ബന്ധുജന ഗുണം വർദ്ധിക്കുന്ന സമയമാണ്. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകുന്നു. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. മത്സര പരീക്ഷയിൽ നിന്നുള്ള വിജയമാണ് ഇവർക്ക് ലഭ്യമാകുന്നത്.
ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.